ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മളൊരു ചെറിയ ഫോട്ടോ ഷൂട്ടിന് വന്നിരിക്കുകയാണ്. കണ്ടോ, ഇത്രയും കണിക്കൊന്നുള്ളപ്പോൾ നമ്മൾ എങ്ങനെ കണിക്കൊന്നയുടെ മുന്നിലൊരു ഫോട്ടോ എടുക്കാതിരിക്കുമല്ലേ? സ്വർണ്ണ പരവതാനി വിരിച്ച പോലെ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എവിടെയും വേറെ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ കൺമുന്നിൽ ഇത്രയും കൊന്ന, അതും മരം കാണാനില്ല, ഒരു പച്ച പോലും കാണാനില്ല. നിങ്ങൾ നോക്കി, മങ്ങിയല്ലാതെ ഒരു പച്ച പോലും കാണാനില്ല. അത്ര ബ്യൂട്ടിഫുള്ളാണ്. എല്ലാ വർഷവും ഇത് കാണാൻ വേണ്ടി നമ്മളിവിടെ വരും കേട്ടോ. നമുക്കറിയാം ഇത് എല്ലാ വർഷവും പൂക്കും, എന്നാലും കാണാൻ വേണ്ടി വരും. നിങ്ങളെയും ഞാൻ കാണിക്കാൻ വേണ്ടി എല്ലാ വർഷവും കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ വിഷുവായിട്ട് ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പോലെ തോന്നും നമുക്കിതിൻ്റെ അടിയിൽ കൂടെ നടക്കുമ്പോൾ. വിഷുവായിട്ട് ഞാൻ എങ്ങനെ നിങ്ങളിത് കാണിക്കാതിരിക്കും? ഇപ്പോൾ വിഷുവിൻ്റെ മുന്നേ ഉള്ള ഒരു ചെറിയ ഫോട്ടോഷൂട്ടിന് നമ്മൾ വന്നതാണേ. അപ്പോൾ രാവിലത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞതേ വന്നു. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഇപ്പോൾ സമയം അധികമൊന്നും ആയിട്ടില്ല കേട്ടോ, 8:45 ആവണുള്ളൂ. രാവിലെ നേരത്തെ എണീറ്റാലുള്ള ഗുണം അതാണ്. നമുക്ക് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് വെയിൽ വരുന്നതിൻ്റെ മുന്നേ നമ്മളൊരു 7 മണി 7:15 ആകുമ്പോഴേക്കും അവിടെ എത്തി. പക്ഷേ എന്നാലും നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സത്യം പറഞ്ഞ സാരി ഒന്നും കൊടുത്തില്ല, കാരണം ചൂടാണ്, വയ്യ. അപ്പം ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരൊറ്റ കോട്ടൻ്റെ സെറ്റുമുണ്ടുള്ള 2 ആണെങ്കിൽ അയണും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം ശരിക്കും വിചാരിച്ചാണ് വിഷുവിന് ഒരു നല്ല നേരിയ മുണ്ടും ഇതുമില്ലേ, വേഷ്ടിയില്ലേ, അങ്ങനെ വളരെ നേരിയ കരയിട്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ കയ്യിൽ ഇല്ല അത്, നമ്മുടെ അമ്മമാരെ കൊടുക്കണ പോലത്തെ. അതിൻ്റെ കൂടി പ്രിൻറ്റഡ് ബ്ലൗസ് 1-2 ഇൻസ്റ്റാ പേജ് ഞാൻ കണ്ടുവച്ചതായിരുന്നു, നല്ല ഭംഗിയുള്ള പ്രിൻറ്റഡ് ബ്ലൗസ്. പക്ഷെ അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കായി. എൻ്റെ മെയിൻ ലക്ഷ്യം ബ്ലൗസായിരുന്നു, സാരിയല്ല. അധികം വിലയൊന്നും ഇല്ലാത്ത അങ്ങനത്തെ പ്രിൻറ്റഡ് ബ്ലൗസും സാരി. അപ്പം ഞാൻ വേണ്ട, ഇനി അടുത്ത ഓണത്തിന് നോക്കാം. ഒന്നാമത് ഇവിടെ നാട്ടിലാകുമ്പോഴല്ലേ സെറ്റുമുണ്ട്, അതൊക്കെ ഒരു രസം. ഇവിടെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ 3 പേര്, അത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഈ വ്ളോഗ് വരുമ്പോഴേക്കും എൻ്റെ വിഷു വ്ളോഗൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഈ വ്ളോഗ് വരിക. കാരണം ഇത് എപ്പോഴും ഇടുകയെന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്ത് വെക്കണമെന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് ഞാൻ ചുരിദാർ ഇട്ടിട്ടാണ് ഫോട്ടോഷൂട്ട് ചെയ്തത്. പിന്നെ ആ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ സെറ്റിൻ്റെ കസവിൻ്റെ ചുരിദാറേ ഇല്ല. ഞാനിത് ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ടാഗ് ചെയ്യാം. കാരണം ഞാനിത് വിഷുവിൻ്റെ ഇതാന്ന് പറഞ്ഞ് കാണിച്ചിട്ട് എത്ര പ്രോഡക്റ്റാണ് വിറ്റ് പോയതെന്ന് അറിയില്ല. അത്രയും കുറേ പേര് പറഞ്ഞു ചേച്ചി ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. കാരണം ഇൻസ്റ്റയിൽ ഒരുപാട് പേര് വാങ്ങിച്ചു, നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് പേര് ആ ഡ്രസ്സ് വാങ്ങിച്ചു. അപ്പോൾ ഇനി അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അത് ഓണത്തിനും വിഷുവിനും മാത്രമല്ല, അത് അമ്പലത്തേക്കൊക്കെ ഇടാൻ പറ്റുന്ന. അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യത്തെ കസവിൻ്റെ ഒരു ചുരിദാറാണ് കേട്ടോ. ഞാൻ എന്തായാലും വിചാരിക്കുന്നുണ്ട് ഓണത്തിന് എന്തായാലും ഇങ്ങനത്തെ 1-2 ഉടുപ്പ് പോലെയും കസവിൻ്റെ ഒക്കെ ചുരിദാർ പോലെ നാട്ടിൽ ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി ഓൺലൈനിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇൻസ്റ്റാ പേജൊക്കെ വഴി. അപ്പോൾ പ്രശ്നം നാട്ടിൽ പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ചുരിദാറും കൂടെ കൊണ്ടുവരാം. എനിക്കും കൊണ്ടുവരാം, മിത്തുകുട്ടിക്കും കൊണ്ടുവരാം. മിത്തും പറയണ്ട അമ്മ അങ്ങനത്തെ ചുരിദാറൊക്കെ ആണെങ്കിൽ ഞാനും ഇടാവുന്ന. അപ്പോൾ മിത്തുവിനും എനിക്കും അങ്ങനത്തെ ഒരു ചുരിദാർ നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പഴം പുഴുങ്ങിയതും ഉപ്പുമാവും പഴം പുഴുങ്ങിയതും പപ്പടവും കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ട്? ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കാൻ റോസ്റ്റഡ് റവ വാങ്ങിച്ചു, അതാകുമ്പോൾ പരിപാടി എളുപ്പമാണ്. പപ്പടം വാങ്ങിച്ചു. പപ്പടം ഇന്നത്തെ മെയിൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറേ ദിവസമായി തലശ്ശേരി ബിരിയാണി കഴിക്കാനൊരു ആക്രാന്തം. അപ്പോൾ നല്ല പ്രോപ്പർ, ഞാൻ ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, നല്ല പ്രോപ്പർ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലാണ്. അതുകൊണ്ടാണ് രാവിലെ ഇങ്ങനെ സാധാരണ ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായി ഉണ്ടാക്കുന്ന ദിവസം, അല്ലെങ്കിൽ പ്രോപ്പർ ഓത്തൻറ്റിക് അങ്ങനെ കുറച്ച് സമയം വേണ്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് രാവിലെ ഒരു ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തട്ടിക്കൂട്ടും പോലെ. രാവിലെ ഉച്ചയ്ക്കും വിഭവസമൃദ്ധമായി ഉണ്ടാക്കാനുള്ള സമയമൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ അത്രയും നമുക്ക് ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപ്പുമാവും പഴം പുഴുങ്ങിയതും പപ്പടും അടിപൊളി കോമ്പിനേഷനാണ്. പണ്ടൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ ഉപ്പുമാവ്. ഇപ്പോൾ പോയി നല്ല ഇഷ്ടമാണ്. ഭാഗ്യത്തിന് രംഷേട്ടനും മിത്തുക്കുട്ടിക്കും ചെറുപ്പം മുതലേ അവർക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ഒരു ഉപ്പുമാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ മിത്തുക്കുട്ടിക്ക് പറ്റിയ രീതി, അത് ഏകാദശി ടൈപ്പ് ഉപ്പുമാവ്, അതായത് അവൾക്ക് ഉള്ളിയും സംഭവങ്ങളൊന്നും പാടില്ല. ഏകാദശിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കട്ടെ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ലോണം നെയ്യും നാളികേരൊക്കെ വേണം. എനിക്ക് ഇവിടെ കിട്ടുന്ന പോലെ വളരെ ലൂസായിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രംഷേട്ടനും മിത്തുവിനൊക്കെ ഇങ്ങനെ നാട്ടിലെ പോലെ ഇങ്ങനെ വിട്ട് കിടക്കുന്ന ആ ഏകാദശിക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ. അപ്പോൾ അതുപോലെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ പപ്പടം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ചിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെറിയ കുറച്ച് സംഭവങ്ങളും കൂടെ നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം ലഞ്ചിലേക്ക് കടക്കാൻ വിചാരിച്ചു. വേറെ ഒന്നല്ല, എൻ്റെ കയ്യിൽ കുറച്ച് കിടിലൻ ഡ്രസ് കളക്ഷൻസ്, വിഷു കളക്ഷൻസ് എന്ന് പറയാം. ഓണക്കോടി എന്ന് പറയുന്ന പോലെ വിഷുക്കോടി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിഭീകരമായി ഇഷ്ടപ്പെടുന്ന നല്ല കിടിലൻ സമ്മർ കളക്ഷൻസ് ആണ്.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ കേട്ടോ. ഇതെൻ്റെ വിഷുക്കോടി എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇതൊക്കെ പുതിയ തന്നെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും വിഷുവിന് ഞാൻ ഇടുക. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഏകദേശം വിഷുവിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു യെല്ലോ അല്ലേ, നല്ല ബ്യൂട്ടിഫുൾ കുർത്തിയാണ്, നല്ല കോട്ടൺ ആണ്, നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ നെക്കിൽ മാത്രം ചെറിയ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഫുൾ പ്ലെയിൻ ആണെങ്കിലും ഫുൾ വർക്കാണ് കേട്ടോ, അതായത് എംബ്രോയ്ഡറി വർക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി. ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ ഭംഗി. പിന്നെ പാൻറ്റ് പ്ലെയിൻ ആണ് കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാൻറ്റ്. പിന്നെ അടുത്ത് ദുപ്പട്ടയാണ് വരുന്നത്, സൂപ്പർ ദുപ്പട്ടയാണ് കണ്ടോ. ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള സമയത്ത് സുഖമായിട്ടിടാം. കാരണം ആമസോണിനാണ്. അപ്പോൾ ആമസോണിൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വാങ്ങിക്കാം. ഇപ്പം കാർട്ടിലിട്ട് വെക്കാം. കാരണം നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ പ്രാവശ്യം ഞാൻ ഇങ്ങനത്തെ നല്ല നല്ല ഡ്രസ്സുകൾ കാണിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചതായിരുന്നു, പക്ഷെ നിങ്ങളത് എനിക്ക് തോന്നുന്നു ആമസോണിൻ്റെ ആണെന്നുള്ള ഒരു സംഭവം ലിങ്ക് നിങ്ങൾ നോക്കുന്നില്ല. കാരണം പിന്നെ ഞാൻ ആ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇതിൻ്റെ ലിങ്ക് തരും ചോദിക്കാറുണ്ട്. അപ്പം പ്ലെയിൻ ബ്ലാക്കിൽ ഒരു റെഡ്, ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രം വരുന്ന ഒരു വർക്കാണ്. ഇതൊരു പ്യോർ കോട്ടൺ അല്ല കേട്ടോ, ഇതൊരു മിക്സാണ്. കണ്ടോ, 3/4 സ്ലീവ്സ്. ഇതിലും പാൻറ്റും ദുപ്പട്ടയുണ്ട്. പാൻറ്റ് പ്ലെയിൻ ആണ് വരുന്നത്. അതുപോലെ ദുപ്പട്ടയുടെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഒരു ലേസും കാര്യങ്ങളും വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അടുത്തതും എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ചെറിയ റിസപ്ഷൻ പാർട്ടി വെയറൊക്കെ നമുക്ക് ഇടാം. ബ്യൂട്ടിഫുൾ കളറും അതിൻ്റെ വർക്ക് ഒരു എന്ത് ഗ്രീൻ എന്നാ പറയുക, ഒരു മൈലാഞ്ചി ഗ്രീൻ എന്നാണെങ്കിൽ പറയാം. ചെറുപയർ പച്ച എന്നോ മൈലാഞ്ചി ഗ്രീൻ എന്നോ മെഹന്തി ഗ്രീനോ അങ്ങനെ എന്തൊക്കെയോ ഒരു കളറാണിത്. ബ്യൂട്ടിഫുൾ. അതിലൊരു സിൽവർ പോലെ വരുന്ന ഒരു വർക്കാണ്, സിൽവർ കളർ കോമ്പിനേഷനാണ്. ഫുൾ ഒരു സിൽവർ വെച്ചിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ്, ത്രെഡ് വർക്കാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പാൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ദുപ്പട്ടയുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട നല്ല ഭംഗിയാണ്, സിമ്പിളാണ്, പക്ഷേ ഇതിൽ കുറച്ച് വർക്ക് ഉണ്ട്. ഹെവി അല്ല, പക്ഷേ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരിത്. പിന്നെ ഇത് വല്ല റിസപ്ഷനോ കല്യാണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. അടുത്തതൊരു സിമ്പിൾ യെല്ലോ കുർത്തിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ്. അടുത്തതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. ഇതും നിങ്ങൾ മിസ് ചെയ്യരുത്, ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതും നമുക്ക് കല്യാണത്തിനൊക്കെ ഇടാം. ശരിക്കും കല്യാണം, എൻഗേജ്മെൻറ്റ്, റിസപ്ഷനൊക്കെ നിങ്ങൾക്ക് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. കാരണം പ്ലെയിൻ ആണ്, വളരെ സിമ്പിളാണ്, പക്ഷെ ആ ഒരു ബോൾഡ് കളർ കൊണ്ടുള്ള ഭംഗിയാണ്. കണ്ടോ, ഇവിടെ മാത്രം ഒരു ഗോൾഡൻ വർക്ക്, പേർപ്പിൾ ആൻഡ് ഗോൾഡൻ ആണ് ഇതിൻ്റെ ഒരു തീം വരുന്നത്. പാൻറ്റും ഉണ്ട്, അതുപോലെ പാൻറ്റിൻ്റെ ഭാഗത്തും ഇതിന് ചെറുതായിട്ടൊരു വർക്ക് ഉണ്ട്, ഈ ഒരു ഗോൾഡൻ വർക്ക്. പിന്നെ ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ഒരു ബനാറസി ദുപ്പട്ടയൊക്കെ പോലെ കണ്ടോ, നമ്മൾ ബനാറസി സാരി ഉടുക്കുന്ന അതേപോലെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു കളർ സാരി അടിപൊളിയായിരിക്കും. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഉണ്ട് കണ്ടോ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ വർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണത്തിന് കൊടുക്കാമെന്ന്. കാരണം സാധാരണ ഒരു പ്ലെയിൻ ഒരു ഇതിൽ ദുപ്പട്ട മാത്രം വരിക, ഒരു ബനാറസിയൊക്കെ ഒരു ഫീലൊക്കെ വരുന്ന ഒരു കളറും ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാ ആമസോണിൽ നിന്നാണ്, എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നി. ഇനി നാളെ ഞാൻ ഈ ഡ്രസ്സുകൾ ഇടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിൻ്റെ ലിങ്ക് ചോദിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ കാർട്ടിലിട്ട് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കാൻ പോകാം. ഇന്ന് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലമായി നമ്മൾ ബിരിയാണി വെച്ചിട്ട് കേട്ടോ. കുറച്ച് ഒരു നേരത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാം. തലശ്ശേരി ബിരിയാണി എന്ന് ഞാൻ പറയണില്ലേ, കാരണം അത് ഞാൻ പറഞ്ഞ എൻ്റെ റെസിപ്പി ഞാൻ എല്ലാവരും പറയും ഇങ്ങനെയല്ല തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ രീതിയിൽ, എന്നാൽ മലബാർ ടൈപ്പിൽ, മുളക് പൊടി ഇടാതെ പച്ചമുളക്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിരിയാണിയാണ്. അതായത് റൈസിനാവണം കൂടുതൽ ഫ്ലേവർ, മസാല അല്ല, ബിരിയാണിയുടെ മസാലയെക്കാളും ആ റൈസിൻ്റെ ടേസ്റ്റ് മുൻപന്തിയിൽ നിൽക്കുന്നതാണല്ലോ മലബാർ തലശ്ശേരി ബിരിയാണി. സ്പൈസ് അങ്ങനെ കുറേ പൊടികൾ ഇട്ടിട്ടല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബിരിയാണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ. കൈമ റൈസൊക്കെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ പോയി, ഇതിൻ്റെ മണം തന്നെ ഒരു രക്ഷയില്ല. ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ്, ഞാൻ ഇതായിട്ടാണ് കേട്ടോ എപ്പോഴും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ ഓഫീസിലേക്കൊക്കെ നെയ്ച്ചോറ് എടുക്കും. ചിക്കനല്ല, നെയ്ച്ചോറും പരിപ്പ് കറി. ഞാൻ ഇൻസ്റ്റാ റീൽസിൽ കണ്ടതാണ്. പെരുമ്പാവൂർ ഭാഗത്ത്, ആ ഭാഗത്തൊക്കെ കല്യാണ വീട്ടിൽ, തൃശ്ശൂരും ഉണ്ടെന്ന് കേട്ടു, കല്യാണത്തിൻ്റെ സമയത്ത് ഈ നെയ്ച്ചോറും പരിപ്പും ബീഫും അങ്ങനെ ചിക്കനും ഒക്കെ കൊടുക്കും എന്നുള്ളത്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അയ്യോ, രംഷേട്ടനും മിത്തക്കുട്ടിക്കും ഓഫീസിലേക്ക് സ്കൂളിലേക്കും കൊടുത്ത്. അയ്യോ, എൻ്റെ കൺമഷി ചിലപ്പോൾ ആകെ നല്ല വരുന്നുണ്ടാവും. ഇത് ഭയങ്കര ഒരു നല്ല രസമുള്ളൊരു കൺമഷി. പക്ഷെ എന്താ വെച്ചാൽ അത് പരന്ന് കഴിഞ്ഞാൽ അത് പോവില്ല, അത്രയും കട്ടിയുള്ള അങ്ങനത്തെ ഒരു ബ്ലാക്ക് കൺമഷി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ പരിപ്പ് കറി നെയ്ച്ചോറ് ഞാനൊരു ദിവസം രംഷേട്ടനും മിത്തക്കുട്ടിക്കും കൊടുത്തു വെച്ചു ഓഫീസിലേക്ക്. അപ്പോൾ അതിൻ്റെ റീൽസ് ഞാൻ എടുത്തിട്ടുണ്ട് തോന്നുന്നു, ഷൂട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല.
ഇല്ലേ ഷൂട്ട് ചെയ്തിട്ടില്ല, അത് ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്തെടുത്ത് തരാം. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി, ഓഫീസിലെല്ലാവർക്കും ഇഷ്ടമായി, മിഥുൻ്റെ ഫ്രണ്ട്സിനും ഭയങ്കര ഇഷ്ടമായി. അപ്പം നല്ല കോമ്പിനേഷൻ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതൊരു നല്ല കോമ്പിനേഷൻ ആവും എന്നുള്ളത്. അതിൻ്റെ കൂടെ സാലഡും, അതായത് വിനീഗറിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ടും അച്ചാറും, ശരിക്കും ചിക്കനോ ഇതൊക്കെ വേണം, പക്ഷെ ഓഫീസിലേക്കും ഇതൊന്നും ഞാൻ കൊടുത്തയച്ചില്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ നെയ്ച്ചോറ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, ഈസി പരിപാടിയല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതുകൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഉള്ളി വറക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് കുട്ടി ഇവിടെ ഡ്രോയിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അതാണ് ഇങ്ങനെ ആലോചിച്ച്, ഞാൻ പെട്ടെന്ന് സമയം നോക്കിയത് 11:55. ഞാൻ എല്ലാ സാധനവും ഉണ്ടാക്കാനൊക്കെ റെഡിയാക്കി. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ ബിരിയാണിയിൽ മെയിനായിട്ട് ഇടുന്ന പുതിനി മല്ലിയൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. ഇനി രംഷേട്ടൻ മിത്തുവിനെ കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. 12 മണി വരെയാണ് ക്ലാസ് ഡ്രോയിങ്. അപ്പോൾ അത് കൊണ്ടുവന്ന് ഉടനെ ബിരിയാണിക്കുള്ള സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ എന്നെ എന്നൊരാട്ടാട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വിളിച്ചു പറയട്ടെ കേട്ടോ. പുതിനി മല്ലിയിൽ അത് എങ്ങനെ ഒരു പുതിന ചട്നിയൊക്കെ അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ കൊള്ളാവുന്ന തോന്നുന്നു, ഞാൻ വേഗം പോയി വിളിക്കട്ടെ. ഇപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തു. തൈര് ഞാൻ നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്കറിയാലോ ഈ ബിരിയാണിയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു മാത്രമേ പാടുള്ളൂ കേട്ടോ. ഉള്ളിയാണെങ്കിൽ എൻ്റെ അമ്മയെ കണ്ണ് നിറിയിട്ട്, ഞാനിത് റീൽസ് പോലെയാണ് കേട്ടോ എടുത്തത്. ഞാൻ നല്ല രീതിയിൽ പാട്ടൊക്കെ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കുറേ റീൽസ് എടുക്കും. ചില സമയത്ത് എനിക്ക് തോന്നുന്നു അത് ഇടണ്ട എന്ന് തോന്നി. ഞാൻ ഇവിടെ തന്നെ തൽക്കാലം പറയാം. കൈമ ഞാൻ എപ്പോഴുും കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കും, കാരണം വറുത്തിട്ടാണ് ഞാൻ കൈമ റൈസ് ഉണ്ടാക്കുക കേട്ടോ. ഉള്ളി പൊരിക്കലാണ് ഈ ഒരു ബിരിയാണിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതേ ക്യാമറയൊക്കെ ഷേക്കായി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ തക്കാളി വേണം. കൈമ റൈസ് ഈ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് വഴറ്റു കിട്ടും. ഞാൻ സ്പൈസസ് ഒക്കെ ഇട്ട് നെയ്യിൽ നന്നായി വഴറ്റി 1 ഗ്ലാസ് കൈമയ്ക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ വെക്കാറ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. പിന്നെ മസാലയിൽ അറിയാലോ കുറച്ച് ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ഇതാക്കിയത്, ഉപ്പ്, പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മാങ്ങക്കറിക്കുള്ള പരിപാടി ചെയ്താണ്. തക്കാളി ഇട്ട് നന്നായി വഴറ്റി ഈ ഒരു നമ്മുടെ ഉള്ളി പൊരിച്ചത് നല്ലോണം ഇടും, പിന്നെ മല്ലി ഇടും, പുതിന ഇടും, പിന്നെ ഗരം മസാല ഇടും. ഹോം മെയ്ഡ് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല. ഗരം മസാല തന്നെയാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി. ഇത്രയേ ഉള്ളൂ ആക്ച്വലി അതിൻ്റെ മസാല. പിന്നെ ഈ ഒരു കൈമ ഇടയ്ക്ക് നമുക്കൊന്ന് അടി പിടിച്ചു, അല്ലെങ്കിൽ കുറച്ച് അടി പിടിച്ച് ഉദ്ദേശിച്ച് വെന്ത് കൂടി അങ്ങനെയൊക്കെ തോന്നണം. ഈ കൈമയ്ക്കൊരു ഗുണമുണ്ട്, എന്താ വെച്ചാൽ ഇങ്ങനെ പരത്തി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം വിട്ട് വരും കേട്ടോ. ഇത് അമ്മ ചെയ്തിരുന്നതാണ്. ശരിക്കും ഒരു കുറച്ച് നേരം നമ്മൾ അതുകൊണ്ട് പരത്തി വലിയ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. അങ്ങനെ നമുക്ക് ഇങ്ങനെ വെന്ത പോലെ ഒട്ടി പിടിക്കുന്ന പോലെ തോന്നി എന്ന ഫീൽ ഉണ്ടെങ്കിൽ തന്നെ കൈമയ്ക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. സാധാ ബസ്മതി റൈസ് ഈ ഒരു ഗുണം അത്ര ഇല്ല. പിന്നെ സാധാരണ പോലെ ദമ്മിടെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് അടിപൊളി ബിരിയാണി റെഡി. അങ്ങനെ ഫൈനലി ഒരു യുദ്ധക്കളമായി കണ്ടു. ഇതാണ് ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത്. പിന്നെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഒരു വൻ പണിയാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഓരോന്നും എടുക്കുക, ക്ലീൻ ചെയ്യുക. എപ്പോഴും ഞാൻ എത്ര നേരത്തെ എണീറ്റാലും കണ്ടു. ഇപ്പോൾ സമയം എന്നാലും ഇന്ന് കറക്റ്റ് സമയമാണോ, 1:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാം തീർക്കാൻ. പക്ഷേ ബിരിയാണി നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാൻ വേണം. ഇനി ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഇവരോട് അഭിപ്രായം പറയാം. പിന്നെ രംഷേട്ട പരിപ്രഥമനെ പറഞ്ഞ കുറച്ച് ദിവസമായി ഇവിടെ കിടന്ന് പ്രാന്ത് പിടിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വിഷുവിന് പാല് വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ. എന്നോട് പറഞ്ഞു വിഷുവിന് പരിപ്രഥമം ഉണ്ടാക്കാൻ. പക്ഷേ എനിക്കും മിത്തുവിനും അടപ്രഥമം കഴിക്കാൻ ഇഷ്ടം, പക്ഷെ അട നല്ലത് കിട്ടുമെന്നറിയില്ല. അപ്പം ഞാനിന്ന് രമേശേട്ടന് കൈയുള്ള പരിപ്രഥമൻ തന്നെയുള്ളൂ, വളരെ കുറച്ച്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് പരിപ്രഥമൻ ഉണ്ടാക്കി. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പ്ലേറ്റിങ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എല്ലാം ഉണ്ടാക്കി. ഇന്ന് എന്തായാലും മലബാർ ബിരിയാണി ഇല്ലേ, അപ്പോൾ പിന്നെ ഞാൻ മുട്ടയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അവിടത്തേക്ക് ബിരിയാണിയിൽ അല്ലേ മുട്ട കിട്ടും, ഇങ്ങനെ നടുവിൽ ഇങ്ങനെ മുട്ട. ഹായ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ആ ഏരിയയിലൊക്കെ ബിരിയാണി അങ്ങനെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിങ് ചെയ്താലോ? യെസ്. അത് കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കട്ടെ, എന്നിട്ട് വേണം ഇതൊന്ന് വൃത്തിയാക്കാൻ. അപ്പം ഞാനിത് ഒന്ന് പ്ലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ നല്ല 2 ഫോട്ടോ ഒക്കെ എടുക്കാം, എന്തായാലും ചെയ്യല്ലേ. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു നമ്മുടെ നാട്ടിലേ എനിക്ക് ഓർമ്മ തന്നെ എന്താ അറിയാം, കല്യാണത്തിനൊക്കെ പോയാലാണ് ബിരിയാണിക്ക് ഇലയിൽ വെച്ച് ഇത് അങ്ങോട്ട് വിളമ്പും. ഇങ്ങനത്തെ ഒരു പാത്രം അത് ഞാൻ സാലഡ് ഉണ്ടാക്കി പോയി. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ടാവും, മറ്റാൾ ഇങ്ങനെ ആക്കി കൊട്ടും. കല്യാണത്തിനൊക്കെ ഇങ്ങനെ തന്നെ. അല്ല പക്ഷെ പിന്നെയൊക്കെ ഇപ്പോഴൊക്കെ ഇഷ്ടം പോലെ സുലഭമാണ്. ഇപ്പൊ നമ്മുടെ കല്യാണങ്ങൾക്ക് തലേ ദിവസം ഈ ബിരിയാണിയും പരിപാടിയൊക്കെ ഉണ്ട്. പണ്ട് ഈ മുസ്ലിം കല്യാണത്തിന് മാത്രമേ ഇത് കിട്ടിയിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും ഈ തലേ ദിവസമൊക്കെ സ്നാക്സേ കൊടുക്കുള്ളൂ, ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പൊ അന്ന് മുസ്ലിം കല്യാണത്തിന് മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടില് എപ്പോഴും എല്ലാ കല്യാണത്തിനും പോവാറുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു ബിരിയാണി, കാരണം ഈ ഒരു ടേസ്റ്റ്, മണം പ്ലസ് പൈനാപ്പിൾ വെക്കും, പിന്നെ സാലഡ് വെക്കും.
പിന്നെ ചില വലിയ കല്യാണത്തിനൊക്കെ മീൻ വറുത്തതൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ അപൂർവം ഉണ്ടാവുള്ളൂ. എന്നാലും ഇതൊക്കെ വെക്കും. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ താലികെട്ടിലും സംഭവങ്ങളൊക്കെ കണ്ട് വെറുതെ ബോറടിക്കണ്ടല്ലോ. നമുക്ക് ചെന്നുടനെ ബിരിയാണീന്റെ മണം നിറ അവിടെ പോയി ഇരിക്കാം. അതെന്ത് സുഖം. മറ്റേതാവുമ്പോ കല്യാണം കഴിയാൻ കാത്തിക്കണം, പിന്നെ ഒരു അടി ഉണ്ടാക്കാൻ നിൽക്കണം, പിന്നെ കിട്ടുന്നത് ഈ അവിയലും തോരനും അല്ലേ. അതെനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇതിന് ഭയങ്കര രസമാണ്, നല്ല അടിപൊളിയാണ്. നമുക്ക് ഒരു കല്യാണം അതൊക്കെ ശരിക്കും നൊസ്റ്റാൾജി. ഇപ്പൊ സത്യം പറയട്ടെ, ഈ ബോംബെയിൽ വന്നതിന്റെ ശേഷം നാട്ടിൽ പോകുമ്പോ ഒരു ബിരിയാണി കല്യാണം ഉണ്ടാവാറില്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ഈ തലേ ദിവസം അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും എന്നല്ലാതെ, പക്ഷെ ഈ ഒരു പ്രോപ്പർ ബിരിയാണി കല്യാണം കഴിച്ചിട്ട് എത്ര കാലം അല്ലേ. കാരണം നമ്മൾ പോണ സമയത്ത് അങ്ങനെ നമുക്കറിയുന്ന, പിന്നെ വല്ലവരും കല്യാണത്തിന് കയറി വിളിക്കാത്ത കല്യാണത്തിന് കയറി ബിരിയാണി കല്യാണം കഴിക്കാൻ പറ്റുമോ? അങ്ങനെ ഓർമ്മയുണ്ടോ, ഞങ്ങള് എംകോമിന് എക്സാം എഴുതാൻ വേണ്ടിട്ടേ എനിക്ക് കിട്ടിയത് ആലപ്പുഴ SD കോളേജാ, നമ്മളെ കുഞ്ചാക്കോമനൊക്കെ പഠിച്ച കോളേജ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു മാസത്തോളം താമസിക്കുകയും ചെയ്ത് ഒരു വീടെടുത്തിട്ട്. ആ വീടിന്റെ തൊട്ട് എനിക്കിപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് വിളിക്കാത്ത കല്യാണത്തിന് പോകാത്ത. അതായത് പറയാൻ പറ്റില്ല, പക്ഷെ എന്താ പറയുക, അന്നത്തെ പ്രായം അതല്ലേ. അപ്പൊ പിന്നെ നമ്മൾ എത്ര പേരുണ്ട്, ഒരു 25 പേര് ഒരു വലിയ വീടെടുത്ത് താമസിക്കുക, ഫുൾ പയ്യന്മാര്, നമ്മൾ മൊത്തം സെറ്റ് അടിപൊളിയായിരിക്കും. ആ ദിവസങ്ങളിൽ ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ അവിടെ ഇങ്ങനെ ആ സൈഡിലായിരുന്നു. എന്നിട്ട് അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ വീടിന്റെ ഒരു വലിയ പറമ്പിൽ ഒഴിഞ്ഞൊരു 2 നില വലിയ വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൊത്തം അവിടെ താമസിക്കുക. അതിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ നെക്സ്റ്റ് മതിൽ ഇപ്പുറത്തുള്ളത് ഒരു കല്യാണ മണ്ഡപമായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങളവിടെ പോയി സ്റ്റാർട്ട് ചെയ്ത് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നും അവിടെ ആളുകൾ. അതിൽ ഒരുത്തല്ലേ ഒരു ദിവസം മെല്ലെ അപ്പുറത്തെ പറമ്പിൽ ഇവിടുത്തെ കൂടെ കയറാറുണ്ട്. അവൻ മെല്ലെ ഗേറ്റ് ചാടി അവൻ പോയി ഭക്ഷണം കഴിച്ചു വന്നിട്ട് അവൻ പറഞ്ഞു, ബിരിയാണി ആയിരുന്നാടാ സൂപ്പർ. എന്നും കല്യാണം ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി നിന്നിട്ട്, എന്തിനാണോ നമ്മൾ വെറുതെ പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് വയറ് കേടാക്കണത്, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. പിറ്റേ ദിവസം 25 പേര് കാര്യം 20. അപ്പം അങ്ങനെ ഒരാഴ്ച പോയി ഞങ്ങൾ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ചിലർക്ക് ഞങ്ങളെ മനസ്സിലായി തുടങ്ങി. കാരണം ഒരേ മുഖമുള്ള എല്ലാ കല്യാണത്തിലും ഇവന്മാര്, നിങ്ങൾ എവിടുന്നാണ് ആൾക്കാര്, എവിടുന്നാണ് അവൻ കിടന്ന് ബബ്ബടിച്ച് അവർ മനസ്സിലായി തോന്നുന്നു പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കിട്ടിയല്ലോ. അടുത്ത കല്യാണം മുതൽ ഞങ്ങൾ പോയില്ല. കാരണം അവര് മനസ്സിലായി നീ വിളിക്കാത്ത കല്യാണം ബിരിയാണി. ആ ഒരാഴ്ച അങ്ങനെയൊക്കെ ഒരുപാട്. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അതുപോലെയാണ് ഞാൻ തൽക്കാലം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. ഈ പറഞ്ഞ പോലെ പൊന്നാനി ബിരിയാണി ഫ്ലോപ്പ് ആവോ അതറിയില്ല, അത്ര എക്സ്പോർട്ട് ഒന്നല്ലല്ലോ. നോട്ടെ ഒന്നല്ലേന്നുള്ളത്. ഓ യെസ്, ഇങ്ങനെ തന്നെ ഇരിക്കുക. അത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. അതങ്ങനെയാണ്, നമ്മൾ വീണ് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഇങ്ങനെയല്ല അതിരിക്കുക. അത് മൊത്തം പോയി. ഇതാണ് നമ്മുടെ മെയിൻ. അത് ആദ്യം എൻ്റെ ഉള്ളിൽ വെക്കണായിരുന്നു. അല്ല, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ആ പ്ലേറ്റിലത് വെച്ചിടാ, മുട്ട നടുവിൽ വെച്ചാൽ മതി. ഇത്ര കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടായതില്ല. ഇപ്പൊ ശരിയായിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും ചോറായി. ആഹാ, എന്തിനാണ് വെറുതെ അതുണ്ടായത്. അതെന്താ ചെയ്യേണ്ടത്, ശരിക്കും നന്നായിട്ട് അമർത്തി വെക്കണം. അല്ല, ഇതെന്താ ഈ പാത്രം ശരിയല്ല, കുറച്ചും കൂടെ വലിയ പാത്രത്തിനായി കുറ്റപ്പ. വളരെ കുറച്ച് ചോറുള്ളൂ കണ്ടോ. അതാ പറഞ്ഞത്, അതായത് ചോറ് ഇടുമ്പോ തന്നെ നല്ലതായിട്ട് കുത്തി ഇങ്ങനെ നിറക്കി വെച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ, എന്നിട്ട് ഒരു ഒറ്റ കുത്തലാണ്. എന്താണ് ഇപ്പൊ വെറുതെ പാത്രമൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള സാധനങ്ങളാണല്ലോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ സാലഡ്, നല്ല പുതിന ചട്നി, ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചുകൊണ്ട് ഇവിടെ പറയുന്നില്ല കേട്ടോ, ശരിക്കും കാണിക്കുന്നില്ല. അച്ചാറ്, പപ്പടം, ഇനി എന്ത് വേണമല്ലേ. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടയും ചിക്കൻ്റെ പീസും എല്ലാം കൂടെ അടിപൊളി. നമ്മുടെ കോഴിക്കോട് സാഗർ ബിരിയാണി, തൃശ്ശൂർ കാസിനോ ബിരിയാണി ഒക്കെ ഓർമ്മ വരുന്നത് കാണുമ്പോൾ. പണ്ടൊക്കെ കേട്ടോ, പണ്ടൊക്കെ കാസിനോയും സാഗറൊക്കെയാണ് പോയിരുന്നത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി അവിടേക്കാണ് കിട്ടിയിരുന്നത്. പിന്നെ ഇപ്പോൾ പാരകളിൽ നമ്മൾ പോയ അധികം ചോറും അങ്ങനത്തെയൊക്കെ. ബിരിയാണി അടിപൊളിയാണ് പാരകളിലെ. ഹായ് 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 ഹായ്, ഈ കൈമ റൈസിന്റെ മണം തന്നെ. പാരഗൺ ഞങ്ങളുടെ ഓഫീസിൽ ആരാധകരുണ്ട്. അടുത്ത പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ പാരഗണിന്റെ ഒരു പാക്കറ്റ് കൊണ്ടുവരാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട്. കാരണം രാവിലെ വരികയാണെന്ന് വെച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും ഇവിടെ എത്തില്ലേ, ഓഫീസ് ഉള്ള ദിവസമാണെന്ന് വെച്ചാൽ കഴിക്കാൻ. ഓ അതെയോ. പക്ഷെ രമേശേട്ട പാരഗണിൽ കഴിച്ചില്ല. കാരണം രമേശേട്ട വരാറില്ല. നാട്ടിൽ പോയാൽ ഒരു ഓട്ടപ്പാച്ചില. ഞാൻ എന്നും പറയാം രമേശേട്ടനോട്, വരും പാരഗൺ. കാരണം ഞാൻ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോയാൽ അതൊക്കെ ചെയ്യാറുണ്ട്. രമേശേട്ട ഇതിനൊന്നും വരില്ല. അതുകൊണ്ട് രമേശേട്ടൻ്റെ മുന്നേ ഞാൻ പോകും. കാരണം എനിക്ക് ഇതൊക്കെ കഴിക്കണം. അപ്പൊ നമ്മൾ ആ കൊച്ചിക്ക് പോകുന്ന വഴിക്ക് അവിടെ സൽക്കാരം അത് വേറൊന്ന്, അത് ഓക്കെയാണ്, അത് അടിപൊളിയാണ്. അത് നെടുമ്പാശ്ശേരി ഫ്ലൈറ്റിലേക്ക് പോകണം. അവിടെ ഒന്ന് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ടോ പാരകളിലേക്ക് വരൂ, കഴിക്കൂ. എവിടെ കോഴിക്കോട്ടേക്ക് ഒരു ദിവസം മൊത്തം പോകും. അതുകൊണ്ട് വരില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പോകും. കാരണം നമ്മുടെ തറവാട് അമ്പലം അമ്മമ്മയുടെ വീടൊക്കെ കോഴിക്കോട്. അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്പം രമേശേട്ടന് വിളിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും വരാത്ത കാരണം ഞാനും ഗീതും
ഞങ്ങളാണ് ഈ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുക. അപ്പോൾ ഇപ്രാവശ്യം കൂടെ എനിക്ക് രംശേട്ടൻ കുറച്ച് ദിവസമേ ഉള്ളൂ. ഞാൻ രംശേട്ടനോട് കുറച്ച് ദിവസം തന്നാൽ മതി, എന്നാലാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഞാനൊരു പാച്ചിലാവും, ഒരു ഓട്ടപ്പാച്ചിൽ, ബിരിയാണി പോയിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു വെക്കേഷൻ. ഇത് നല്ല ഇഷ്ടമാണ് പാരഗൺ ബിരിയാണി. ഈവൻ കൊച്ചി നെടുമ്പാശ്ശേരിയിലെ സൽക്കാരും അടിപൊളിയാട്ടോ, അടിപൊളിയാണത്. അപ്പൊ തൽക്കാലം നമുക്ക് കഴിച്ചാലോ? ഇനി വിശന്നിരുന്നാൽ ശരിയാവില്ല. കഴിക്കാം. ഞാന് ഇതിനല്ല, ഞാൻ കാത്തു നിൽക്കുന്നത് പരിപ്രധാനാണ്. ലജ്ജാവഹം. അപ്പോൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഇനി വേറെ ദിവസം വേറെ അടിപൊളി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.